യോവേൽ 3-ാം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ യിസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ടു ഒരു ബാലനെ ഒരു വേശ്യയ്ക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റു വീഞ്ഞു കുടിക്കുകയും ചെയ്തു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യെരൂശലേമ്യരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബായർക്കു വിറ്റുകളയും. യഹോവ അത് അരുളിച്ചെയ്തിരിക്കുന്നു. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ. സകല യോദ്ധാക്കളും അടുത്തുവന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളായും കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായും മരിക്കട്ടെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ടു വന്നുകൂടുവീൻ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്നു യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനു ഇരിക്കും. അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. വന്ന് ചവിട്ടുവീൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു. തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും. നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും യിസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരൂശലേം വിശുദ്ധമായിരിക്കും. അന്യജാതിക്കാർ ഇനിയും അതിൽ കൂടി കടക്കുകയുമില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. കുന്നുകൾ പാലൊഴുക്കും. യഹൂദിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു ശിത്തീം താഴ്വരയെ നനയ്ക്കും. യഹൂദാദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിസ്രയീം ശൂന്യമായി തീരുകയും ഏദോം നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരൂശലേമിനു തലമുറ തലമുറയോളവും നിവാസികളുണ്ടാകും. ഞാൻ പോക്കിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും.